ഹലോ. അപ്പം എല്ലാവർക്കും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുകയാണല്ലോ അല്ലേ? അപ്പം മേക്കുട്ടിക്കും ഇന്ന് തന്നെയാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീ ഓപ്പണിംഗ് ഡേയിൽ അച്ഛനും അമ്മയും എന്തായാലും സ്കൂളിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോളെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിക്കുട്ടനും മേക്കുട്ടിയും വീട്ടിലാണുള്ളത്. അമ്മേൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. മേക്കുട്ടിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇനി ഒരേ ക്ലാസ്സിലാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് മേക്കുട്ടി കുറച്ച് ടെൻഷനിലൊക്കെയാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ മേക്കുട്ടീനെ ക്ലാസ്സിലാക്കി കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പം മാം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3rd സ്റ്റാൻഡേർഡിൽ തന്നെ ഇരുന്നാൽ മതി, മേക്കുട്ടീനി 4ത്തിലേക്കാണ്, അപ്പോൾ അവിടുന്ന് അവർ 4ത്തിലേക്ക് മാറ്റിക്കോളും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവളുടെ പഴയ ക്ലാസ്സിൽ തന്നെ പോയിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പം മേക്കുട്ടി പ്രേയർ സോങ്ങിനുള്ളതുകൊണ്ട് തന്നെ അവൾ കുറച്ച് നേരത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും അതുകൂടി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേക്കുട്ടിയും അവരുടെ കൂടെയുള്ള മറ്റു കുട്ടികളൊക്കെ കൂടി പ്രേയർ സോങ്ങിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും മക്കളെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഫുൾ യൂണിഫോമിലൊക്കെ നല്ല സുന്ദരി കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സ് പ്രെയർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിയമോളുടെ പ്രേയർ സോങ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രെയർ പറയുന്നത് നീമ മാമാണ്, നിയമോളുടെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ റീ ഓപ്പണിംഗ് ഡേയിലെ സ്പെഷ്യൽ പ്രെയറാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിയമോളുടെ പ്രേയർ സോങ് കൂടി കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ ആരും നിർത്തുന്നില്ല. കുട്ടികൾ പാരൻസ് കൂടി നിൽക്കുമ്പോൾ അതും അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. I will serve you, Lord, with all that I am. Here I am. Here I am, oh Lord. Here I am, oh Lord. Here I am, oh Lord. Here I am. Here I am, oh Lord. Here I am, oh Lord. Here I am, oh Lord. Here അങ്ങനെ പ്രേയർ സോങ്ങിന് ശേഷം ഹെഡ് മിസ്ട്രസ് കുട്ടികൾക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ക്ലാസ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. മോളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ പാരൻസും വന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടൈമായി. 12:30 വരെയാണ് ക്ലാസ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.